എൻ്റെ പേര് ഗ്ലാഡിസ്. ഞാൻ കോട്ടയത്താണ് വീട്. US-ലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ ഫ്ലാറ്റ് മേടിക്കുന്നത് 2023-ലാണ്. അപ്പം ഞാൻ ഈ വർഷം ഇങ്ങനെ ഇൻറ്റീരിയറിനെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോഴത്തേക്കിന് ഒരു 3-4 ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനീസിനെ കോൺടാക്ട് ചെയ്തായിരുന്നു. പലരോട് ഞാൻ സംസാരിച്ചു. എന്നിട്ട് എനിക്കങ്ങോട്ട് ഒരു തൃപ്തി വരുന്നില്ലായിരുന്നു. എന്നോടാരും എനിക്കെന്തോ ഐഡിയാസ് ഒന്നും ആരും ചോദിച്ചില്ല. അവരുടെയൊക്കെ ഐഡിയാസ് അല്ലെ അവരുടെ നേരത്തെ ചെയ്ത വർക്ക് ഒക്കെ കാണിച്ചു തരുവാണ് ചെയ്തത്. അപ്പം ഞാൻ ഫൈനലി ആദ്യയെ കോൺടാക്ട് ചെയ്തു അർബൻ ലീഫിൽ. ഇവരെ തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ ആദ്യം വിളിച്ചിട്ട് ഇങ്ങനെ എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ഇങ്ങനെ കുറച്ച് ഐഡിയാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഒരു 1.5 മണിക്കൂറോളം എന്നോട് സംസാരിച്ചു. എന്തുവാ ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ മൈൻഡിൽ എന്നാന്നുള്ളത് കറക്റ്റായിട്ട് ചോദിച്ച് ആദ്യം കറക്റ്റായിട്ട് സമയം സ്പെൻഡ് ചെയ്തതിന് വേണ്ടി എൻ്റെ മനസ്സിൽ എന്തോ ഉള്ളതെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഞാൻ ഇതിനു മുമ്പ് വിളിച്ച കമ്പനീസ് ആരും അതുപോലെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ പുള്ളിക്കാരൻ ഏകദേശം ചെയ്തു തരുമെന്നൊരു വിശ്വാസം ഉണ്ടായി. അങ്ങനെ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് തന്നെ ഞാൻ ഏകദേശം ഉറപ്പിച്ചു ഞാൻ ഇവർക്ക് തന്നെ ഈ വർക്ക് കൊടുക്കുമെന്നുള്ളത്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ ഒരു അസിസ്റ്റന്റ് മാനേജർ ഒരു ലേഡിയുണ്ട്, ബ്ലസി എന്നാണ് പേര്. പുള്ളിക്കാരിയെ വിളിച്ച് നല്ലതായിട്ട് എപ്പോൾ ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടാലും എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ച് ചോദിച്ചാലും എല്ലാം അപ്പോഴപ്പോഴേ അതിന് കറക്റ്റ് സൊല്യൂഷനും പറഞ്ഞ് കറക്റ്റായിട്ട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ബ്ലസ്സിയാണ്. അപ്പോൾ കുറേ ഐഡിയാസൊക്കെ ഞാനിങ്ങനെ പലയിടത്തുനിന്നും കുറേ ഇൻറ്റീരിയർ മീൻസ് ഐഡിയാസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നാടൻ ടച്ചുള്ള ഒന്നും തന്നെ വേണ്ട, എല്ലാം മോഡേൺ കൺസെപ്റ്റായിരുന്നു എനിക്ക് വേണ്ടിയത്. അപ്പം ഞാൻ ഐഡിയ എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കിന് ഇവർ അത് കറക്റ്റായിട്ട് അവരതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് എൻ്റെ മനസ്സിലുള്ള ആ ഒരു സംഭവം കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഒരാഴ്ച അല്ല 2 ആഴ്ചക്കുള്ളിൽ ഞാൻ വർക്ക് തന്നെ കൊടുക്കാമെന്നുള്ളത് ഡിസൈഡ് ചെയ്തു. കംപ്ലീറ്റ് ഈ പ്രോജക്റ്റ് ചെയ്യുമ്പം എനിക്ക് നാട്ടിൽ ആരും തന്നെ നോക്കാനോ എടുക്കാനോ പണി ചെയ്യിപ്പിക്കാനോ ഒന്നും ഇല്ലായിരുന്നു. ഇത് മുഴുവനും കംപ്ലീറ്റ്ലി ഇവർ അതിൻ്റെ ടീമും കൂടെയാണ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്ത്. എന്നിട്ട് അന്നേരം തന്നെ ഒരു ഗ്രൂപ്പ് തുടങ്ങി. അതിനകത്ത് ആദി, ബ്ലസ്സി, പിന്നെ ഒരു ഋതുലൊരു ഡിസൈനർ, അങ്ങനെ ഒരു 3-4 പേര് തുടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ബാക്കി കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഗ്രൂപ്പിൽ കൂടെ ആയിരുന്നു. ഞാൻ എൻ്റെ ഐഡിയാസ് അവിടെ പറയും. ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് ആദ്യം ബെഡ്റൂംസിൻ്റെ ഒരു ഡിസൈൻ സെറ്റാക്കി തരും. അപ്പോൾ അത് ഞാൻ എൻ്റെ ഐഡിയാസ് എല്ലാം പറയും. എന്നിട്ട് അവരത് എനിക്ക് വേണ്ട രീതിയിൽ ഞങ്ങൾ ഫൈനലൈസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിവിങ് റൂം, പിന്നെ കിച്ചണ്, അങ്ങനെ ഓരോരോ പാർട്ടായിട്ട് അവർ ഡിസൈൻ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. വർക്ക് തുടങ്ങിയപ്പോഴത്തേനും പിന്നെ കുറേ ആൾക്കാരെയും കൂടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അവിടുത്തെ സൈറ്റിൽ പണി ചെയ്യുന്ന കുറേ ആൾക്കാർ, അതിൻ്റെ സൂപ്പർവൈസർ ആകാശ്, എല്ലാവരും കൂടെ ഗ്രൂപ്പിലായി. പിന്നെ ബാക്കി കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഗ്രൂപ്പ് വഴിയായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു സമയം പറഞ്ഞു. ആ സമയത്തിനുള്ളിൽ ഞാൻ US-ൽ വന്നു. പറഞ്ഞ സമയത്തിനുള്ളിൽ അവർ കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. ഞാൻ ആക്ച്വലി ഇവരെ നേരിട്ട് കാണുന്നത് എനിക്ക് ഈ ഹാൻഡ് ഓവർ ചെയ്യുന്നതിൻ്റെ തലേദിവസം അവരെ ഞാൻ നേരിട്ട് കാണുന്നത്. ഫ്ലാറ്റ് വന്നപ്പോഴത്തേക്കിന് എല്ലാം നല്ല വൃത്തിക്ക് ഞാൻ പറഞ്ഞ പോലെ അതിലും ഭംഗിയായിട്ട് അവർ ചെയ്തു തന്നു. മറ്റേ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലൊക്കെ ട്രാവൽ ചെയ്ത് ലക്ഷറി ഹോട്ടൽസിലൊക്കെ താമസിക്കാൻ അങ്ങനെ സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ വന്നിട്ട് ഒരു ദിവസം കൊച്ചിയിലോട്ട് പോയാലല്ലാതെ എങ്ങോട്ടും പോയിട്ടില്ല. ഇവിടെ തന്നെ ഫുൾ ടൈം ഉണ്ട്. ഞാൻ ശരിക്കും ഈ വർക്ക് ശരിക്കും എനിക്കിത് ഭയങ്കര എന്താ പറയണ്ടേ, അവർ ചെയ്തു തന്ന ഇൻറ്റീരിയർ എനിക്കൊരു ഹോംലി ഫീൽ തരുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്.